ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് തന്നെ ഒരു വ്ളോഗ് എടുക്കുന്നത്. ഞങ്ങളിന്ന് കർണാടകയിൽ പോവാണ്. അപ്പോൾ അതിൻ്റെ വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഒക്കെ സെറ്റാക്കി വയ്യ കാണാം. അപ്പോൾ ഗായ്സ്, ഞങ്ങളെല്ലാം സെറ്റാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഏകദേശം ഒരു 12 മണി ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. വല്യപ്പ, അമ്മോന്, ഞാൻ, പിന്നെ മാമിയുണ്ട്. ഇതാണ് മാമിൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും യാത്ര പറയുന്ന തിരക്കിലാണ്. എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ വല്യമ്മ ഇപ്രാവശ്യം ഞങ്ങളെ കൂടെ വരുന്നില്ല. അങ്ങനെ എല്ലാവരും പുറപ്പെട്ടു. ഏകദേശം ഒരു ദിവസത്തെ യാത്രയുണ്ട് ഞങ്ങൾക്ക് കർണാടകയിലെത്താൻ. അങ്ങനെ പോകുന്ന വഴിക്കൊരു പെട്രോൾ പമ്പിൽ ഇറങ്ങി ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങനെ ചായ എല്ലാം കുടിച്ച് ഒന്ന് ഉഷാറായി ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു പള്ളിയിൽ കയറി. അപ്പോൾ നിസ്കരിക്കാനും പിന്നെ ഫ്രഷ് ആവാനും കുട്ടികൾക്ക് എല്ലാം ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പള്ളിയിൽ കയറിയത്. ഇത് ഞങ്ങൾക്ക് നല്ലൊരു സൗകര്യമാണ്. ഇടയ്ക്ക് കിട്ടുന്ന ഈ ഒരു പള്ളി ഞങ്ങൾക്ക് നല്ലൊരു ആശ്വാസമാണ്. പ്രത്യേകിച്ച് ഈ ലോങ് ജേണി ചെയ്യുന്നവർക്ക് അറിയാലോ. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഇത് ഇപ്പോൾ പുതിയതായി ഉണ്ടാക്കിയ റോഡാണ്. അപ്പോൾ ഞങ്ങൾക്ക് പോകാൻ തന്നെ നല്ല സുഖമായിരുന്നു. ഏകദേശം 4 കൊല്ലമായാണ് ഞാൻ കർണാടകയിൽ പോയിട്ട്. അപ്പോൾ ഈ പുതിയ റോഡും ഇതെല്ലാം കണ്ട് ഞാനാകെ അത്ഭുതമായിപ്പോയി. ഇത്രയും മാറ്റങ്ങൾ വന്നല്ലോ. അങ്ങനെ ഏതായാലും നല്ല ഉഷാറായി. ഞങ്ങൾ നല്ല ചില്ലായി പാട്ടൊക്കെ കേട്ട് ഡാൻസൊക്കെ കളിച്ച് കുട്ടികളൊക്കെ അതിൻ്റെ ഇടയിൽ ഉറങ്ങുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് നല്ല വിശപ്പും ഉണ്ട്. അപ്പോൾ ഇതാ നല്ല വിശന്നിരിക്കുകയാണ്. ഫുഡ് ഇതുവരെ കഴിച്ചില്ല. ഉച്ചക്ക് ഫുഡ് ഞങ്ങൾക്ക് കിട്ടിയില്ല. ഹോട്ടലിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് നിന്നപ്പോൾ വണ്ടിയിൽ പെട്രോൾ കയറ്റണം എന്ന് പറഞ്ഞ് അമ്മോന് വണ്ടി പെട്രോൾ ആയാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിത്തരുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഇടയിൽ റെയിൽവേ ട്രാക്ക് വന്നു. അവിടെ കുറച്ച് വെയിറ്റ് ചെയ്തു. പിന്നെ പെട്രോൾ പമ്പ് കിട്ടാൻ വേണ്ടി മാഹിയിൽ കുറേ തപ്പി നടന്നു. അവിടെ പെട്രോളിന് വില കുറവാണ്. അപ്പോൾ ഒരു പെട്രോൾ പമ്പ് കിട്ടി. ഞങ്ങളവിടെ പെട്രോൾ നോക്കിയപ്പോൾ അവിടെ ഫുൾ ബ്ലോക്കാണ്. അങ്ങനെ ഏതായാലും പെട്രോളൊക്കെ കയറ്റാൻ വേണ്ടി ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ എന്താ ഫുൾ ടാങ്ക് അടിച്ചു. ഏകദേശം 2000 സംതിങ് ആണ് ഞങ്ങൾ പെട്രോൾ അടിച്ചത്. 2638 കണ്ടിയില്ലേ. അപ്പോൾ അത്ര രൂപക്കാണ് ഞങ്ങൾ പെട്രോൾ നിറച്ചത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴും പോകുന്ന വഴിയിൽ ഒരു ലോറി. അങ്ങനെ ഞങ്ങൾ അവിടെയും കുറച്ച് ബ്ലോക്കായി. ഞാനും മാമിയൊക്കെ വിശന്ന് വലിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. വീണ്ടും ഞങ്ങൾ കുറേ പോയപ്പോൾ ഹോട്ടലൊന്നും കണ്ടില്ല. 2 സൈഡിലും ഹോട്ടലൊന്നും കാണാനില്ല. അങ്ങനെ ഒരുപാട് ദൂരം വീണ്ടും ഞങ്ങൾ യാത്ര ചെയ്തു. ഈ റോഡിലൂടെ പോകാൻ നല്ല സുഖമാണ്. അതായത് ഒരു വണ്ടി, ഒരു ബ്ലോക്കോ അങ്ങനൊന്നും ഈ റോഡിലൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഒരു ടോള് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ പിന്നെ ഫാസ്റ്റാഗ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ അവിടെ ലാഗൊന്നും വന്നില്ല. അവിടുന്ന് വേഗം പോകാൻ പറ്റി. അങ്ങനെ വീണ്ടും പോയി കണ്ണൂരൊക്കെ എത്തി. കണ്ണൂരെത്തിയപ്പോഴാണ് പിന്നെ ഫുഡ് കഴിക്കാൻ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ വീണ്ടും ഞങ്ങൾ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു ഹോട്ടലിൽ കയറി. അനന്തഭവൻ ഗ്രാൻഡിലാണ് ഞങ്ങൾ കയറിയത്. അങ്ങനെ ഞാനും മാമിയും ഹോട്ടൽ കണ്ടപ്പോൾ തന്നെ സമാധാനമായി എന്ന് പറഞ്ഞ് അങ്ങനെ വേഗം ഹോട്ടലിൽ കയറാണ്. അപ്പോൾ ഏകദേശം ഒരു 5:30-6 മണി ആ ഒരു ടൈമായിട്ടുണ്ട് ഞങ്ങൾ ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഫാമിലി റൂം നോക്കാൻ വേണ്ടി നിന്നപ്പോൾ മേലെയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളെല്ലാവരും മേലെ പോയി. എൻ്റെ മോളൊക്കെ പിന്നെ ഉറങ്ങി നീച്ചിട്ടുള്ളൂ. അതാണ് എൻ്റെ മേത്ത് അങ്ങനെ കിടക്കുന്നത്. പിന്നെ ഞങ്ങൾ കയറി. എല്ലാവരും നല്ല ടയേർഡായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി.
അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു. ഫുഡെല്ലാം ഓർഡർ ചെയ്തു. മാമി റൊട്ടിയും പിന്നെ വല്ലിപ്പ അമ്മോനെ പൊറോട്ട, ഞാൻ ഫ്രൈഡ് റൈസ്. ഞങ്ങൾ ഫുഡ് കണ്ടതേ ഓർമ്മയുള്ളൂ. പിന്നെ നല്ല ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നൂഡിൽസും വാങ്ങി കഴിച്ചിരുന്നു. അത് പിന്നെ വ്ളോഗൊന്നും എടുക്കാനുള്ള ടൈമില്ല, എല്ലാവരും ഫുഡ് കഴിക്കുന്ന ഒരു തിരക്കിലാണ്. അതാണ് നൂഡിൽസ് കേട്ടോ. എൻ്റെ മോള് പിന്നെ ഞാൻ വേഗം അവിടെ ഇരുത്തി, അല്ലെങ്കിൽ എൻ്റെ മടിയിലിരുന്നാലും അവൾ അങ്ങനെ ഇരിക്കില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും തിരിച്ച് പോവാണ്, വീണ്ടും യാത്ര തുടരാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഏകദേശം ഒരു 7 മണി 7:30 ആയപ്പോൾ ഞങ്ങൾ വീണ്ടും പോവാൻ നിൽക്കുകയാണ്. അങ്ങനെ കണ്ണൂർ വിട്ട് ഞങ്ങൾ പോയോണ്ട് നിൽക്കുകയാണ്. ഇത് മംഗലാപുരം പാലമാണ് കേട്ടോ. ഇവിടെ പുതിയ പാലമാണിത്. അങ്ങനെ രാത്രിയായപ്പോൾ ഞങ്ങൾ ദ്വാര എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ കയറി. അത് ഏകദേശം ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ കയറിയത്. അവിടെ നിന്നും ഫുഡൊക്കെ കഴിച്ച് വീണ്ടും യാത്ര തിരിച്ചു. പിന്നെ മംഗലാപുരം കഴിഞ്ഞ് അങ്ങനെ കർണാടക അവിടേക്ക് എത്തി. കർണാടക പിന്നെ നമുക്ക് വീണ്ടും കുറേ ദൂരം പോകാനുണ്ട്. ഇത് ഞങ്ങൾ ഏകദേശം വീടെത്താനായിട്ടുണ്ട്. അപ്പോൾ ഈ റോഡ് നല്ല ഭംഗിയാണ്, 2 സൈഡും ഫുൾ കാടാണ്. പകൽ പോകാനും നല്ല രസമാണ്,